الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فأنكحوهن بإذن أهلهن وآتوهن أجورهن بالمعروف محصنات غير مصافحات ولا متخذات أخدان صدق الله العظيم لا حول ولا قوة إلا بالله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, നമ്മെയും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ച പടച്ചതമ്പുരാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പരമാവധി നാം പാലിക്കണമെന്നും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും നമ്മിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് നിമിഷവും അള്ളാഹു നമ്മയൊക്കെ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കാം എന്ന ഒരു ചിന്ത നമുക്ക് നിലനിർത്താൻ കഴിയണം. റബ്ബ് തുണക്കുമാറാവട്ടെ. ഇസ്ലാം ഒരു കുടുംബ സംവിധാനത്തെ കാണുന്നത് വളരെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടും അവർക്ക് ജീവിക്കേണ്ടതുണ്ട്. അല്ലാത്തൊരു ജീവിതം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭദ്രമായ കുടുംബ സംവിധാനമാണ് ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ കുടുംബത്തിന് ഒരു നാഥനുണ്ടാവും. അത് വലിയ അല്ലെങ്കിൽ ആ കുടുംബനാഥൻ, രക്ഷാധികാരി എന്നൊക്കെ അറിയപ്പെടും. ആ കുടുംബനാഥന്റെ അല്ലെങ്കിൽ രക്ഷാധികാരിയുടെ ഉത്തരവാദിത്തമാണ് തൻ്റെ ഇണയെ, തൻ്റെ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത്. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും നൽകി സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവരെ സൽസ്വഭാവികളായി വളർത്തുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വവും കൂടി അള്ളാഹു അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊരു വലിയ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്, ഒരു ദാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സദഖയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്
ഇന്ന അഅളമ സദഖത്തി ലുഖ്മത്തുൻ യളഉഹാ അർറജുലു ഫീ ഫമി സൗജത്തിഹി എന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഉരുളയാണ്. അഥവാ തൻ്റെ ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് അന്നം നൽകുക എന്നുള്ളത് ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ സദഖകളുടെ കൂട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനർത്ഥം കുടുംബനാഥൻ എന്നുള്ള നിലക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ അവന് നിർവഹിക്കാനുണ്ട് എന്ന് തന്നെയാണ്. ഒരു കുടുംബം ഇസ്ലാമിൽ രൂപപ്പെടുന്നത് സ്വാഭാവികമായും ഒരു വിവാഹത്തിലൂടെയാണ്. അതുകൊണ്ട് ഇസ്ലാം വിവാഹത്തിന് അതിനേക്കാൾ വലിയ പ്രാധാന്യം നൽകി. ഇന്ന് നാം പല വിവാഹങ്ങളും കേൾക്കുന്നുണ്ട്. രജിസ്റ്റർ വിവാഹമുണ്ട്, അല്ലെങ്കിൽ മാലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ടിട്ട് ഞങ്ങൾ ദമ്പതിമാരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളുണ്ട്. അല്ലെങ്കിൽ ചില സ്വകാര്യ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഇന്നൊരു ഫാഷനായി അല്ലെങ്കിൽ ഒരുതരം ആചാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ലിവിങ് ടുഗദർ എന്നാണ് പുതിയ പേര്. ഇഷ്ടമുള്ള കാലം, ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളവരോട് കൂടി ജീവിക്കുന്ന ഒരുതരം മൃഗങ്ങളുടെ സ്വഭാവത്തിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പക്ഷെ ഇസ്ലാം വിവാഹത്തെ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. അത് മിസാഖൻ ഗലീള, അതൊരു ബലിഷ്ഠമായ കരാർ എന്നാണ് ഖുർആൻ വിവാഹത്തെ കുറിച്ച് പരാമർശിച്ചത്. അതൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. അത് സമൂഹത്തിന്റെ അംഗീകാരത്തോടു കൂടി നടക്കേണ്ടതാണ്. അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ വളർത്തി സംരക്ഷിക്കുന്ന അവളുടെ വലിയന്റെ സമ്മതത്തോടു കൂടി നടക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് ഇസ്ലാം വലിയ അംഗീകാരവും മഹത്വവുമാണ് നൽകിയത്. അവർക്കൊരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല. സാമ്പത്തികമായ ഒരു കുടുംബത്തെ പുലർത്താനുള്ള ബാധ്യത ഇസ്ലാം സ്ത്രീയെ ഏൽപ്പിച്ചിട്ടില്ല. അത് പുരുഷനെയാണ് ഏൽപ്പിച്ചത്. സ്ത്രീക്ക് അവൾ സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ അവർക്കൊരു രക്ഷിതാവ് ഉണ്ടാവും, രക്ഷാധികാരി ഉണ്ടാവും. അവളുടെ വിവാഹം പോലെയുള്ള ഏറ്റവും നിർണായകമായ കാര്യങ്ങളിൽ തീർച്ചയായും ആ രക്ഷിതാവിൻ്റെ ഒരു സാന്നിധ്യവും സമ്മതവും ഇടപെടലും ഉണ്ടായിരിക്കണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇസ്ലാം വലിയ എന്ന സിസ്റ്റത്തെ ഒരു രക്ഷാധികാരിയായിരിക്കണം തൻ്റെ കീഴിലുള്ള തൻ്റെ മകളെ അല്ലെങ്കിൽ സഹോദരിയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നിർവഹിക്കപ്പെടേണ്ട ഒരു സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം എന്നുള്ള ആധുനിക കാഴ്ചപ്പാടിനെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. വിവാഹവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ലാ നിക്കാഹ, വിവാഹം എന്നത് സാധൂകരിക്കപ്പെടുകയില്ല ഇല്ല വലിയൻ, ഒരു രക്ഷാധികാരി ഇല്ലാതെ, വലിയില്ലാതെ, ഷാഹിദൈൻ, രണ്ട് സാക്ഷികളും ഇല്ലാതെ. അപ്പൊ ഇതൊരു കുട്ടിക്കളിയല്ല, ഇതൊരു ബലിഷ്ഠമായ കരാറാണ്. ജീവിതകാലം വരെ എന്ന് മാത്രമല്ല, മരണാനന്തര ജീവിതത്തിൽ പോലും ഒന്നിച്ച് ജീവിക്കാവുന്ന തരത്തിലുള്ള ഒരു വലിയ ബന്ധമാണ് വിവാഹം എന്നതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഇസ്ലാം വളരെ നിർദ്ദേശങ്ങൾ അതിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം പലതരത്തിൽ കാണുന്ന രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ വലിയന്റെ ഒരു സാന്നിധ്യമില്ലാത്ത തരത്തിലുള്ള രജിസ്റ്റർ വിവാഹമാകട്ടെ, അല്ലെങ്കിൽ മാലയിടലാവട്ടെ, ലിവിങ് ടുഗദർ ആവട്ടെ, അത് ഇസ്ലാമിന്റെ ഭാഷയിൽ വ്യഭിചാരമാണ്. ആ ജീവിതം, ആ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് വ്യഭിചാരമാണ്. ഇസ്ലാം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതി തന്നെയാണ്. മാത്രമല്ല, ഈ വിവാഹത്തിന് ചില ഘടകങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്, സാമ്പത്തിക ഘടകങ്ങൾ. അത് നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീക്കാണ് അത് നിശ്ചയിക്കാനുള്ള ഒരു റൈറ്റ് ഇസ്ലാം നൽകിയത്. വിവാഹ മേഖലയിൽ ഇസ്ലാം നൽകുന്ന ഒരേ ഒരു സാമ്പത്തിക ഘടകം എന്ന് പറയുന്നത് മഹറാണ്. മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും വിവാഹ രംഗത്ത് ഇസ്ലാമികമായി കയറി വരുന്നില്ല എന്നുള്ളത് ഇസ്ലാമിക ബാലപാഠം അറിയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. മഹർ എന്ന് പറയുന്നത്
പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങളിൽ പലപ്പോഴും മഹറിന് വലിയൊരു പ്രാധാന്യമൊന്നും കൽപ്പിക്കപ്പെടാറില്ല എന്നതൊരു വസ്തുതയാണ്. അതല്ലെങ്കിൽ സ്ത്രീക്ക് എന്താണ് മഹർ വേണ്ടത് എന്ന് നിശ്ചയിക്കാനോ അല്ലെങ്കിൽ സ്ത്രീയോടോ ഒരു അഭിപ്രായം ചോദിക്കുന്ന രീതിയോ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഇല്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്തെങ്കിലും ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ അത് അവകാശപ്പെടാനുള്ള റൈറ്റ് സ്ത്രീക്കാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഉമറുള്ളാഹിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ വലിയ മഹർ ചോദിച്ചിരുന്ന സംഭവമൊക്കെ ഉമറുള്ളാഹിനെ നിയന്ത്രിക്കാൻ തീരുമാനിച്ച പ്രസിദ്ധമായ സംഭവങ്ങളൊക്കെ അറിയാം. മിമ്പറിൽ നിന്ന് അത് പ്രഖ്യാപിച്ചപ്പോ പള്ളിയിലുണ്ടായിരുന്ന സ്ത്രീ തന്നെ അതിനെ ചോദ്യം ചെയ്തതും ഉമറുള്ളാഹിന് ആ തീരുമാനം പിൻവലിച്ചതുമൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു അധ്യായമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. ഏതായാലും വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ വിവാഹം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇണക്ക് അല്ലെങ്കിൽ വിവാഹം ചെയ്യുന്ന സ്ത്രീക്ക് നിങ്ങൾ പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് തന്നെ മഹർ നൽകേണ്ടതുണ്ട്. അത് അവളുടെ അവകാശമാണ്. അത് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവൾക്ക് തന്നെയാണ്. ഞാൻ കൊടുത്ത മഹറാണ് എന്ന് കരുതി എനിക്കത് വാങ്ങി എൻ്റെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ അവളുടെ പെർമിഷൻ ഇല്ലാതെ അവൾ സ്വമനസ്സ തന്നാലല്ലാതെ എനിക്കതിന് അവകാശമില്ല. അത് അവളുടെ മാതാപിതാക്കൾക്കും അവകാശപ്പെട്ടതല്ല, അത് അവളുടേത് മാത്രമാണ്. അതിന്റെ പൂർണ്ണ അവകാശം ഇസ്ലാം നിശ്ചയിച്ചത് അവൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഫൈൻ തിബിനലക്കും അവർ സ്വമേധയാ എന്തെങ്കിലും അവർക്ക് ലഭിച്ച ആ മഹറാകുന്ന സ്വത്തിൽ നിന്ന് എന്തെങ്കിലും തന്നാൽ അത് നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നതല്ലാതെ നിങ്ങൾക്കത് പിടിച്ചു വാങ്ങാനോ അത് നിങ്ങളുടെ റൈറ്റ് എന്നുള്ള നിലക്ക് നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്താനോ നിങ്ങൾക്ക് പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നാം ഓർക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ആദ്യകാല സഹാബികളൊക്കെ മഹറിന്റെ കാര്യത്തിൽ വലിയ നിർബന്ധം പിടിച്ചിരുന്നതായി കാണാൻ കഴിയും. വളരെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ധനാഢ്യനാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അബൂ തുൽഹ എന്ന് പറയുന്ന വ്യക്തി. ഒരുപാട് തോട്ടങ്ങളുടെ ഉടമകളായിരുന്നു. ഉമ്മു സുലൈം എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അബൂ തുൽഹ അവരെ വിവാഹം ആലോചിക്കുന്നുണ്ട്. അന്ന് അബൂ തുൽഹ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഉമ്മു സുലൈം പറഞ്ഞൊരു വാചകമുണ്ട്, അന്തറജുലുൻ മുശ്രിക്കുൻ അന മുഅ്മിനത്തുൻ. താങ്കളൊരു മുശ്രിക്കാണ്, ഞാനൊരു വിശ്വാസിനിയുമാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള വിവാഹം മറ്റൊരു മാനദണ്ഡത്തിന്റെയും അടിസ്ഥാനത്തിൽ നടക്കുകയില്ല എന്നാണ് ഉമ്മു സുലൈം പ്രഖ്യാപിച്ചത്. ഇന്ന് പലപ്പോഴും മുശ്രിക്കും മുഅ്മിനും തമ്മിലുള്ള വിവാഹമൊന്നും ഈ സമൂഹത്തിൽ പോലും പ്രശ്നമില്ല എന്നിടത്തേക്ക് ഇന്നത്തെ തലമുറ എത്തിക്കൊണ്ടിരിക്കുന്നിടത്താണ് വിശ്വാസിനിയായ ഉമ്മു സുലൈം പ്രഖ്യാപിച്ചത്. അന്ന് അബൂ തുൽഹ എന്ന് പറയുന്നത് ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അബൂ തുൽഹ തിരിച്ചു പറയുന്നുണ്ട്, നിനക്ക് മഹറായിട്ട്, മഹർ അന്നും നിലവിലുണ്ട്, നിനക്ക് മഹറായിട്ട് എൻ്റെ ഏത് തോട്ടം വേണമെങ്കിലും ഞാൻ തരാം, എത്ര സ്വർണം വേണമെങ്കിലും ഞാൻ തരാം, എത്ര വെള്ളി വേണമെങ്കിലും ഞാൻ തരാം. പക്ഷേ ഉമ്മു സുലൈം പറഞ്ഞത് അന്തറജുലുൻ മുശ്രിക്കുൻ അന മുഅ്മിനത്തുൻ എന്നാണ്. താങ്കളൊരു വിശ്വാസിയല്ല. അതുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം, എനിക്ക് മഹറായി താങ്കൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അത് മഹറായി ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്ന് പറയുകയും അബൂ തുൽഹ പ്രവാചകന്റെ അടുത്ത് ചെന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ഉമ്മു സുലൈമിനെ വിവാഹം ചെയ്തു എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ്. സമൂഹത്തിൽ വിവാഹത്തിന് സാധ്യമായ ആളുകൾ, വിവാഹത്തിനുള്ള പ്രാപ്തിയെത്തിയ ആളുകൾ എത്രയും വേഗം വിവാഹം കഴിക്കണമെന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചതാണ്. സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അവർക്ക് എത്രയും വേഗം വിവാഹം ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പലപ്പോഴും ഇന്ന് വളരെ വയസ്സായിട്ട് അല്ലെങ്കിൽ വളരെയേറെ പ്രായമായിട്ടും വിവാഹം നീട്ടിക്കൊണ്ടു പോകുന്ന, അതൊരു വലിയ ജോലിയില്ല, വലിയ ശമ്പളമുള്ള ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് വിവാഹം നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഃഖ സത്യമുണ്ട്. പലപ്പോഴും ധാർമ്മികമായ അധപ്പതനത്തിന് വലിയ കാരണമായി തീരുന്നു ഇത് എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറയുന്നുണ്ട് 3 കാര്യങ്ങൾ. അലി റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അലി
സലാസുൻ ലാ തുഅഖിറഹ. 3 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ അനാവശ്യമായി വൈകിപ്പിക്കരുത്. അസ്വലാത്തു ഇദാ അത്തത്. ഒന്നാമത്തെ കാര്യം നമസ്കാരം തന്നെയാണ്. അതിന്റെ സമയമായി കഴിഞ്ഞാൽ അത് നിർവഹിക്കാനായിരിക്കണം നിങ്ങൾ വലിയ പരിഗണന നൽകേണ്ടത്. സമയമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമസ്കാരം നിർവഹിക്കാൻ നിങ്ങൾ അമാന്തിക്കരുത്. വൽ ജനാസത്തു ഇദാ ഹളറത്. ഒരു ജനാസ അതിൻ്റെ കുളിപ്പിക്കലും മറ്റും പൂർത്തിയായി കഴിഞ്ഞാൽ എത്രയും വേഗം അതിനെ മറമാടാൻ നിങ്ങൾ ശ്രമം നടത്തണം. ജനാസയെ അനാവശ്യമായി ജനാസ വൈകിപ്പിക്കരുത്. മൂന്നാമത് പ്രവാചകൻ പറഞ്ഞത് വൽ അയ്യിമു ഇദാ വുജിദത്തിൽ ഹഖുഫ. ഒരു അവിവാഹിതനായ പുരുഷനും സ്ത്രീയും അവർക്ക് അനുയോജ്യരായ ഇണകളെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ വിവാഹം നിങ്ങൾ ഏറ്റവും വേഗത്തിൽ നടത്തുക എന്നുള്ളത്. ഇന്ന് പലപ്പോഴും പറഞ്ഞു വെക്കുകയും എന്നിട്ട് അവിടുന്ന് തുടങ്ങി ഫോട്ടോഷൂട്ട് മുതൽ യാതൊരു തരത്തിലുള്ള ഇസ്ലാമികമായി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത, പറഞ്ഞു വെച്ചത് കൊണ്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരാകുന്നില്ല, അവർ അന്യപുരുഷന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകളും അതേപോലെയുള്ള ഒന്നിച്ചുള്ള യാത്രകളും ബന്ധങ്ങളും ഒക്കെ അത് 100% അനിസ്ലാമികമാണ് എന്നുള്ളൊരു തിരിച്ചറിയൽ നമുക്കുണ്ടാവണം. ഇവിടെയാണ് പ്രവാചകൻ പറഞ്ഞ ഈ വാചകത്തിന്റെ പ്രസക്തി. അനുയോജ്യരായ ഇണകളെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിർദ്ദേശം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിലെ വിവാഹരംഗത്ത് കടന്നു വരുന്ന സ്ത്രീധനം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ ശക്തമായ ചില പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഇടപെടലുകളും ബോധവൽക്കരണങ്ങളും കാരണമായിട്ട് ഇന്ന് സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ഒരു 2ാം നമ്പർ എന്നിടത്ത് ചിന്തിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ എങ്കിലും നമ്മുടെ രാജ്യത്ത് പലപ്പോഴും സ്ത്രീധനം ഇന്നും വിവാഹത്തിൽ വില്ലനായി കടന്നു വരുന്നുണ്ട്. അത് വാഹനമായാലും ശരി, മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടികളുടെ ഡീഡുകളുടെ അടിസ്ഥാനത്തിലായാലും ശരി, വിവാഹത്തിന്റെ മേഖലയിൽ മറ്റൊരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആസ്തി കരസ്ഥമാക്കാൻ വിവാഹം ഒരു വേദിയാകുന്നുവെങ്കിൽ അതിന് പറയുന്നത് അത് 100% അനിസ്ലാമികമാണ് എന്നുള്ളതാണ്. പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന മഹർ മാത്രമാണ് സാമ്പത്തികമായി ഇസ്ലാമിക വിവാഹവേദിയിൽ വിവാഹ രംഗത്ത് കടന്നു വരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, വിവാഹം എന്ന ചടങ്ങും ഇന്ന് പലപ്പോഴും ധൂർത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും വലിയ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാറുള്ളത്. ഇസ്ലാം വലീമത്ത് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവാഹം എന്നതൊരു സ്വകാര്യ ഏർപ്പാടല്ല, അത് രക്ഷിതാവ് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. സാക്ഷികൾ അതിനുണ്ട്. അതിനു പുറമെ അത് പരസ്യപ്പെടുത്തണം. അത് വലിയ സാമ്പത്തിക ബാധ്യതയുള്ള രീതിയിൽ പരസ്യപ്പെടുത്തണമെന്നല്ല പ്രവാചകൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തൂ എന്ന് പ്രവാചകൻ പറഞ്ഞത് കാണാം. എന്തുകൊണ്ട്? ധാരാളം ആളുകൾ അത് കാണും, അറിയും, അത് മനസ്സിലാവും. പിന്നെ കഴിവുള്ളവരോട് ഔലിം വലൗ ബിശാത്തിൻ, ഒരാടിനെ അറുത്തെങ്കിലും നിങ്ങൾ ഒരു വലീമത്ത് നൽകുക എന്ന് പറഞ്ഞ, ആടിനെ അറുക്കുക എന്ന അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ ഒരു കോഴിനെ അറുത്ത് നിങ്ങൾ ഒരു സദ്യ നൽകുക എന്നേ സത്യത്തിൽ അതിന് അർത്ഥമുള്ളൂ. പക്ഷേ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് വേണമെങ്കിൽ അതല്പം കൂടിയത് കൊണ്ട് അതൊരു വലിയ തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ പലപ്പോഴും ഇന്ന് ആവശ്യമോ അല്ല, അനാവശ്യത്തിലേക്ക് അത് മാറുകയും അതിൻ്റെ പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ, ഇന്ന് വരന്റെ കൂടെ വരുന്ന അല്ലെങ്കിൽ വധുവിനെ ആനയിക്കുന്നതൊക്കെ രംഗങ്ങൾ വളരെ ഈ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരത്തെ കാറ്റിൽ പറത്തുന്നതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. ഒരു മഹത്തായ ആദരണീയമായ വിശുദ്ധ ഖുർആൻ പറഞ്ഞ മീസാഖൻ വലിയ ബലിഷ്ഠമായ ഒരു ബന്ധം നടക്കുന്ന ഒരു വേദിയിലേക്ക് ഡാൻസിന്റെയും പേക്കൂത്തുകളുടെയും ഫാൻസി ഡ്രസ്സുകളുടെയും ഒക്കെ രൂപത്തിൽ വരന്റെ കൂട്ടുകാരും വധുവിന്റെ ചങ്ങാതിമാരും ഒക്കെ കടന്നു വരുന്ന വളരെ വൃത്തികെട്ട ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലേക്കും അത് അരിച്ചരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു സത്യമാണ്. ഇവിടെ നാം ഓരോരുത്തരുമാണ്
തീരുമാനമെടുക്കേണ്ടത്. മഹല്ലുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്, വ്യക്തികളായ നമുക്കും ഉത്തരവാദിത്തമുണ്ട്. നാമുമായി ബന്ധപ്പെട്ട ഒരു വിവാഹവേദിയിൽ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ തന്നെ തീർച്ചയായും ഇത്തരത്തിലുള്ള അനാവശ്യമായ തരത്തിലുള്ള ആഭാസങ്ങളെ അകറ്റി നിർത്താൻ നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവാഹരംഗത്ത് ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഇല്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെ അന്യായമായി വിവാഹത്തിന്റെ മാനദണ്ഡമായി സ്ത്രീയുടെ പിതാവിൽ നിന്ന് എന്തെങ്കിലും ഒരു സാമ്പത്തിക വസ്തു, അല്ലെങ്കിൽ അത് കാറാകട്ടെ, വാഹനമാകട്ടെ, വസ്തുവാകട്ടെ, പണമാകട്ടെ, അത് ആവശ്യപ്പെടുന്നുവെങ്കിൽ അതിന് ഇസ്ലാമികമായി യാതൊരു തരത്തിലുള്ള ന്യായീകരണവുമില്ല. ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ പരസ്പരം നിങ്ങൾക്കിടയിൽ ഉള്ള സ്വത്ത് അന്യായമായി തിന്നരുത് എന്നാണ്. ഇല്ലാൻ തകുന തിജാറത്തൻ ഔ തറാദിമീൻ, ഒരാളുടെ സ്വത്ത് മറ്റൊരാൾക്ക് തിന്നണമെങ്കിൽ, അത് ഉപയോഗിക്കണമെങ്കിൽ നമുക്കറിയാവുന്ന 2-3 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളുണ്ട്. ഒന്നുകിൽ അയാൾ അത് അവന് ദാനമായി നൽകണം, എങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷെ സ്ത്രീധനം ദാനമാണോ? അല്ല. കാരണം തലാഖ് ചെല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കണക്ക് പറഞ്ഞു വാങ്ങുന്നുണ്ട്. ദാനം കൊടുത്തതിന് തിരിച്ചു വാങ്ങാൻ പാടില്ലല്ലോ, അപ്പൊ അത് ദാനമല്ല. പിന്നെ അത് കടമാണോ? എന്നാണ് അത് തിരിച്ചു കൊടുക്കുക, അപ്പൊ അത് കടവുമല്ല. പിന്നെ ശമ്പളമാണോ? എന്തിന്റെ ശമ്പളമാണ്? അല്ലെങ്കിൽ കൂലിയാണോ? എന്തിന്റെ കൂലിയാണ്? അപ്പൊ ഇതൊന്നുമല്ല. ഇസ്ലാമികമായി യാതൊരു തരത്തിലും ന്യായീകരിക്കപ്പെടാൻ കഴിയാത്തതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ. അങ്ങനെ അന്യായമായി ഒരുത്തന്റെ സ്വത്ത് കൈവശപ്പെടുത്തിയതിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, മൻ ലലമ കൈദ ശിബിരിൻ മിനൽ അർള്, ഒരാൾ അന്യായമായി മറ്റൊരുത്തന്റെ ഒരു തുണ്ടുഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിച്ചാൽ 7 ഭൂമിയുടെ ഭാരമായിരിക്കും റബ്ബ് നാളെ പരലോകത്ത് അവന്റെ കഴുത്തിൽ തൂക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ലഭിക്കുന്ന ശിക്ഷ, അന്യായമായി മറ്റൊരുത്തന്റെ സ്വത്ത് കൈക്കലാക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് തുണക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് ഇസ്ലാമിലെ വിവാഹത്തെക്കുറിച്ചാണ്. ഒരു കുടുംബത്തിൻ്റെ അടിത്തറയാണ് വിവാഹം എന്നതുകൊണ്ട് ആ വിവാഹത്തിൽ പരിഗണിക്കേണ്ടത് മതവും സംസ്കാരവും വിദ്യാഭ്യാസവും സൽസ്വഭാവവും ഒക്കെയാണ്. സമ്പത്തും സൗന്ദര്യവുമൊക്കെ അത് ഇന്നുള്ളത് ഒരു പക്ഷേ നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്ഥായിയായി നിലനിൽക്കുന്നത് ദീനും സ്വഭാവവുമായിരിക്കും. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് അതായിരിക്കണം വിവാഹ മേഖലയിൽ ഒന്നാമത്തെ പരിഗണന എന്നുള്ളതാണ്. വിവാഹം എന്ന് പറയുന്നതൊരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. അതുകൊണ്ട് തന്നെ വിവാഹിതരാകുന്ന പുരുഷനും സ്ത്രീയുമൊക്കെ വളരെ ഗൗരവത്തിലായിരിക്കണം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. ഇസ്ലാം അതിനെ പഠിപ്പിച്ചത്, പുരുഷനോട് പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ വിശപ്പടക്കുന്നുണ്ടെങ്കിൽ നീ ഇണയായി സ്വീകരിച്ച് നിന്റെ ഇണയും വിശപ്പടക്കിയിരിക്കണം. നീ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അവൾക്ക് വസ്ത്രം ധരിക്കാൻ നൽകലും നിന്റെ ചുമതലയാണ്. എന്തെങ്കിലുമൊക്കെ സൗന്ദര്യപ്പിണക്കങ്ങളും സംസാരങ്ങളുമൊക്കെ മനുഷ്യനെന്ന നിലക്കുണ്ടാവാം, പക്ഷെ അത് അതിരുകവൽക്കരിയരുത്. ഒരിക്കലും അവളുടെ മുഖത്തേക്ക് നീ കയ്യോങ്ങരുത്. അവളെ നീ വഷളാക്കുന്ന തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കരുത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കിടയിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടാവാം, സ്വാഭാവികമാണ്. പക്ഷേ
അത് നിങ്ങളുടെ ബെഡ്റൂമിൽ ഒതുങ്ങി നിൽക്കണം, വീട്ടിനകത്ത് വെച്ചായിരിക്കണം, അത് പുറത്തേക്ക് പോകരുത്. കൃത്യമായി പ്രവാചകൻ പഠിപ്പിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ്. പങ്കാളിയുടെ സംതൃപ്തി തന്റെ സംതൃപ്തി മാത്രമല്ല, അത് ലൈംഗിക ബന്ധത്തിൽ പോലും പ്രവാചകൻ കൃത്യമായി പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങളാണ്. തന്റെ ആവശ്യം പൂർത്തീകരിച്ച് അവസാനിപ്പിക്കരുത്. പങ്കാളിയുടെ സംതൃപ്തി കൂടി പരിഗണിക്കാൻ ഒരാൾക്ക് കഴിയണമെന്ന് പോലും പ്രവാചകൻ കുടുംബജീവിതത്തിന്റെ ഊഷ്മളത എങ്ങനെ നിലനിർത്തണം എന്നിടത്ത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഇണകൾ, നമ്മുടെയൊക്കെ ഭാര്യമാർ, നമ്മുടെയൊക്കെ വീട്ടിൽ ചെയ്യുന്ന ജോലി ഭാരം എത്രമാത്രം വലുതാണ് എന്ന് പലപ്പോഴും നാം ആലോചിക്കാറില്ല. നമുക്ക് ഇസ്ത്രീയിട്ട് വെച്ചിരുന്ന ഡ്രസ്സും എടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പോരുന്നുണ്ടായിരിക്കും. വൈകിട്ട് രാത്രിയായിരിക്കും ചിലപ്പോൾ തിരിച്ചെത്തുക. അതിനിടയിൽ നമുക്ക് വേണ്ടുന്ന ഭക്ഷണം, നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഭാര്യ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ട് എന്ന് പലപ്പോഴും നാം ഓർക്കാറില്ല. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃക അതല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ റസൂലാണ്, അള്ളാഹുവിന്റെ വഹി ഇറങ്ങുന്ന പ്രവാചകനാണ്, ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന പ്രവാചകനാണ്, പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് തീരുമാനം കൽപ്പിക്കുന്ന പ്രവാചകനാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 5 മിനിറ്റ് പോലും ഒഴിവില്ലാത്തൊരു നേതാവാണ്. എന്നിട്ടും പ്രവാചകൻ അടുക്കളയിലെത്തിയാൽ ആ അടുക്കളയിൽ ആയിഷ ബീവിയുടെ കൂടെ സഹായിയായി പ്രവാചകനുണ്ട്. നമുക്കതിന് കഴിയാറുണ്ടോ എന്നൊക്കെ നാം ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ കുടുംബവുമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ കുടുംബ ജീവിതവുമായി ബന്ധപ്പെടുത്തി നാം ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരുപാട് നാം മാറേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത് നാട്ടുകാരല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഖിയാറുക്കും അഹ്സനുക്കും ലിഅഹ്ലിഹി, നിങ്ങൾ ഉത്തമനാണ് എന്ന് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരേണ്ടത് നിങ്ങളുടെ ഭാര്യയാണ്. അത് ആത്മാർത്ഥമായ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം അത് ഊഷ്മളമായി നിലനിർത്തുക എന്നുള്ളത് കൂടി വിവാഹ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നാം അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിൽ നല്ല ഒരു കുടുംബജീവിതം നയിക്കുന്നവരായി മാറാൻ ശ്രമിക്കുക. റബ്ബ് അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്ന തെറ്റുകൾ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും നീ പുറത്തു തരണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുക്കൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നാളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നീ ആശ്വാസമേകണേ നാഥ. അള്ളാഹുവെ, കടുത്ത പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്ത് രക്ഷിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ അർഹമർ റഹീമീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.